ഉത്തമഗീതം 4-ാം അധ്യായം 12-ാം വാക്യം. എന്റെ സഹോദരി, എന്റെ കാന്ത, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. 15-ാം വാക്യം 15-16. ഈ തോട്ടങ്ങൾക്കൊരു നീരുറവും വറ്റിപ്പോകാത്ത കിണറും ലെബാനോനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകളും തന്നെ. വടതിക്കാറ്റെ ഉണരുക, തെന്നിക്കാറ്റെ വരിക, എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. എന്റെ പ്രിയൻ തന്റെ തോട്ടങ്ങളിൽ വന്ന് അതിലെ വിശിഷ്ട ഫലം ഭുജിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഇതെങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞു വന്ന വേദമായിട്ട് കണക്ട് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ വരാം. ഹല്ലേലൂയ. കൺഫ്യൂഷൻ മാറ്റാം. ഇന്ന് എടുത്ത സങ്കീർത്തനം എടുത്താട്ടെ. 104-ാം സങ്കീർത്തനം. 104-ാം സങ്കീർത്തനത്തില് 104-ാം സങ്കീർത്തനത്തില് അവൻ ഭൂമിയെ 5-ാം വാക്യം 5-6 വാക്യം വായിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഇത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ സംഭവിച്ച ചില കാര്യമാണ്. ഹല്ലേലൂയ. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഇനി അതിനുശേഷം ഭൂമി പാഴായും ശൂന്യമായിരുന്നു. അതിനുശേഷം ആഴത്തിനുമേൽ ഇരുളുണ്ടായിരുന്നു. ആ ആഴമാണ് ഇവിടെ പറയുന്ന സാധനം. ആ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ ഒരു വാട്ടർ ബോൾ പോലെ അതിനുശേഷമാണ് ഈ കരയും ഇത് തിരിക്കുന്നത്. അപ്പോൾ ഈ ആഴത്തിന് മീതെ ഉണ്ടായിരുന്ന എന്താ? ഇരുള്. ഇനി യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് ഇതേ കാര്യം തന്നെ 38-ാം അധ്യായത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ഗർഭത്തിൽ നിന്ന് എന്ന പോലെ സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ, ആ വാക്യം 8-ാം വാക്യം, ഗർഭത്തിൽ നിന്ന് എന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവനാർ, അന്ന് ഞാൻ മേഘത്തെ അതിനൊടുപ്പും കൂരിരുളിനെ അതിനെ ചുറ്റാടയുമാക്കി. ആമേൻ. അപ്പൊ ശ്രദ്ധിക്കണേ, ഈ ആഴത്തിന് മീതെ അല്ലെങ്കിൽ ആ സമുദ്രത്തിന് പുറത്ത് കവർ ചെയ്തിരുന്ന എന്താ? ഉൽപ്പത്തി പുസ്തകം അനുസരിച്ചും ഈ വാക്യം അനുസരിച്ചും എന്താ? വെയിറ്റ്. സമുദ്രത്തിനുമേൽ ചുറ്റിയിരുന്നത് കൂരിരുളാണ്. അങ്ങനെ എഴുതിയേക്കണം. കൂരിരുളിനെ ചുറ്റാരയുമാക്കി എടുത്തേക്കണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തില് ആഴത്തിനു മേൽ എന്തുണ്ടായിരുന്നു? അതിനുശേഷം ഒരു ജീവജലത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആഴത്തിനു മേലെ ഉണ്ടായിരുന്നത് ഇരുള. ഇവിടെയും പറയുന്നു കൂരിളിനെ ചുറ്റാടയുമാക്കി. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? 60-ാം അധ്യായം 1-ാം വാക്യം. ഹല്ലേലൂയ. ആ ആ ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇതൊരു ചെറിയ ബിസിനസ് അല്ല. ഉൽപ്പത്തിയിൽ സൃഷ്ടിച്ചപ്പോൾ കൂരിരുളായിരുന്നത് യെശയ്യാവിൽ പറയുമ്പോൾ ദേ കൂരിരുള. അന്ധകാരം ഭൂമിയെ മൂടിയേക്കുക, കൂരിരുള് ജാതികളെ മൂടിയേക്കുക. പുതിയ നിയമത്തിൽ യേശു വന്ന് പറഞ്ഞപ്പോൾ എന്തിനാ പ്രകാശിക്കാൻ പറഞ്ഞ്? കാരണം നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ളത് അന്ധകാര മണ്ഡലത്തിലാണ്. ഹല്ലേലൂയ. നമ്മളൊരു വിശ്വാസിയാണോ? അന്ധകാര മണ്ഡലത്തിലെ തകർത്തു മാറ്റിയിട്ട് വേണം, ഹല്ലേലൂയ, മുന്നോട്ട് പോകാൻ. ഹല്ലേലൂയ. വേഗം മത്തായി സുവിശേഷം 12-ാം അധ്യായം എടുത്താട്ടെ. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തില് ഹല്ലേലൂയ 28-29 വാക്യം വായിച്ചോട്ടെ. ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളയാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ 1 കൊരിന്ത്യർ 4-ന്റെ 20 വായിച്ചോട്ടെ.
ചില ആശയങ്ങൾ ആഴത്തിൽ പതിയാൻ വേണ്ടിയാണ് ഈ വാക്യങ്ങൾ വായിക്കുന്നത്. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രയാകും. ആമേൻ. പൗലോസിന് തെറ്റുപറ്റുമോ? ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്രയാകുന്നു. ഹല്ലേലൂയ. ഇവിടെ യേശു പറയുക, യെസ്, യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ, നമ്മൾ പുറത്താക്കുന്നുവെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, യെസ്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയായി. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, അന്ധകാര മണ്ഡലം ഇവിടെ ഉണ്ടെങ്കിൽ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ, ദൈവരാജ്യത്തിന്റെ സിസ്റ്റം അന്ധകാര മണ്ഡലത്തെ തകർത്ത് മാറ്റിയിട്ട് വേണം അവിടെ നിന്ന് ബലവാൻ തടഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ നന്മയെ തിരിച്ചെടുത്തോണ്ട് വരാൻ. ഹല്ലേലൂയ. യെസ്, ആമേൻ. ഹല്ലേലൂയ. അതൊരു ചെറിയ ബിസിനസ് അല്ല, അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചില കാര്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഉത്തമഗീതത്തിൽ നമ്മൾ വായിച്ചത്. ആ ഉത്തമഗീതത്തിലോട്ട് നമ്മൾ തിരിച്ചു പോയാട്ടെ. ഹല്ലേലൂയ. ഉത്തമഗീതത്തില് നമ്മളവിടെ കാണുന്നു, എന്റെ കാന്തന്റെ സഹോദരി. ഹല്ലേലൂയ. യെസ്, കെട്ടി അടച്ചിരിക്കുന്ന തോട്ടം, അടച്ചിരിക്കുന്ന നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന കിണർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെസ്, അവനിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നീരുറവ് ഒഴുകും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഇത് രാവിലെ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ, അവിടെ നിന്ന് എഴുന്നേൽക്കണം. ഹല്ലേലൂയ. അതിന് ഒന്നാമത്തെ കാര്യം അവനെ വിളിച്ചു വരുത്തണം ജീവിതത്തിലോട്ട്. രണ്ടാമത്തെ കാര്യം അവനെ കേൾക്കണം. എന്നിട്ട് ഈ ഒരു കാര്യം ഈ ഉത്തമഗീതത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിലോട്ട് പരിശുദ്ധാത്മാവിനെ ചോദിക്കണം. ഹല്ലേലൂയ. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ആർക്ക് യാചിക്കുന്നവനോട് ആത്മാവിനെ തരാൻ ദൈവം തയ്യാറാ. യാചിപ്പാൻ തയ്യാറാണോ? ഹല്ലേലൂയ. യാചിക്കുക. ഹല്ലേലൂയ. ദൈവങ്ങളെ, നിങ്ങളൊക്കെ ഹല്ലേലൂയ, ഹല്ലേലൂയ, കേവലം ഇങ്ങനെ ഇരിക്കേണ്ടതല്ല. യെസ്, യാചിച്ച് ആത്മാവിനെ മേടിക്കുക. യെസ്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് യെസ്, ഹല്ലേലൂയ, തിരുവെഴുത്ത് പറയുന്നു ജീവജലത്തിന്റെ നീരുറവ ഒഴുകും. അങ്ങനെ ഒഴുകി എന്താ സംഭവിക്കണമെന്ന് ഇവിടെ 15-16 നീ തോട്ടങ്ങൾക്കൊരു നീരുറവ്, അതായത് നീ തന്നെ ഒരു തോട്ടമാ. ഈ തോട്ടത്തെ അതിൽ നിന്ന് ഒഴുകുന്നത്, അതിൽ നീ യാചിച്ച് മേടിക്ക്, അതിൽ നിന്ന് അങ്ങ് ഒഴുകും. നീ തോട്ടങ്ങൾക്ക്, അത് നിന്റെ തോട്ടത്തിൽ മാത്രമല്ല നിൽക്കുന്നത്. അത് മറ്റുള്ള തോട്ടത്തിലോട്ടും പോകും. ആ മറ്റുള്ള തോട്ടത്തെ നനപ്പിക്കും. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ തോട്ടങ്ങൾക്കൊരു നീരുറവും വറ്റിപ്പോകാത്ത കിണറും ലബാനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകളും തന്നെ. ഹല്ലേലൂയ. വഴുതിക്കാറ്റെ ഉണരുക, തെന്നിക്കാറ്റെ വരിക, എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ നിന്ന് അതിന്റെ വിശിഷ്ട ഫലം ഭുജിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ready to really desire for that. അത് ശരിക്കും നിങ്ങൾക്ക് ഹല്ലേലൂയ ആ നീരുറവ പിടിച്ചു മേടിക്കാൻ, യാചിച്ചു മേടിക്കാൻ. ഹല്ലേലൂയ. നമുക്ക് കഴിയുമെങ്കിൽ, കാരണം നമ്മുടെ ഫൈറ്റ്, നമ്മുടെ ഇടപാട്, ഹല്ലേലൂയ, അത് കേവലം ഒരു ചെറിയ ഇടപാടല്ല. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, അന്ധകാര മണ്ഡലത്തെ ഹല്ലേലൂയ തകർത്ത് മാറ്റണമെങ്കിൽ, കാരണം തുടക്കം മുതൽ ദൈവം അങ്ങനെ ആക്കി വെച്ചാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രകാശമായിട്ട് പ്രകാശിക്കണോ? ഹല്ലേലൂയ. ആത്മാവിനെ ചോദിച്ചു മേടിക്കും, ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവൻ പഠിപ്പിക്കും, നമ്മളെ ശരിക്കും പഠിപ്പിക്കും. ഹല്ലേലൂയ. കാരണം ആ ഒഴുക്കുണ്ടല്ലോ, നമ്മളിൽ മാത്രം ഒതുങ്ങാനുള്ള, അത് പുറത്തോട്ട് ഒഴുകണം. ലബാനോനിൽ ഒഴുകുന്ന ഒഴുക്ക് പോലെ ഒഴുകണം. അത് തോട്ടങ്ങളെ നനപ്പിക്കണം, പലരെ നനപ്പിക്കണം. ഹല്ലേലൂയ. അത് അവിടെ നിൽക്കരുത്. അത് ഹല്ലേലൂയ മുന്നോട്ട് പോക തന്നെ വേണം. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്യം കൂടെ മാത്രം വായിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ ഉത്തമഗീതം ഹല്ലേലൂയ 3-ാം അധ്യായം എടുത്താട്ടെ. 3-1 ഹല്ലേലൂയ. 1 മുതൽ താട്ട് വളരെ ഫാസ്റ്റ് ആയിട്ടൊന്ന് വായിച്ചോട്ടെ. ഞാൻ എന്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു, ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ലതാണ്.
ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു. വീതികളിലും വിശാല സ്ഥലങ്ങളിലും എന്റെ പ്രാണപ്രിയനെ അന്വേഷിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ലതായി. നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു. എന്റെ പ്രാണപ്രിയനെ കണ്ടുവോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു. അവരെ വിട്ട് കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എന്റെ പ്രാണപ്രിയനെ കണ്ടു. ഞാൻ അവനെ പിടിച്ചു എന്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചവരുടെ അറയിലേക്കും കൊണ്ടുവരുന്നത് വരെ അവനെ വിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട്, പ്രിയ ദൈവമക്കളെ, ഇതൊരു ലവ് റിലേഷൻഷിപ്പാണ് രാത്രി കാലങ്ങളിൽ. കാരണം ഇതൊരു സ്നേഹബന്ധം. 91 സങ്കീർത്തനത്തില് ഭയങ്കര പ്രൊട്ടക്ഷൻ ഒക്കെ പറഞ്ഞിട്ട് 14 വാക്യത്തില് അവൻ എന്നോട് പറ്റിയിരിക്കുക, ബിക്കോസ് യു ഹാവ് സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ എന്നാണ് ഇംഗ്ലീഷിൽ. അതിന്റെ ഹീബ്രുവിലൊക്കെ ആ ഒരു അർത്ഥം തന്നെയാണ്. ശരിക്കും ഒരു സ്നേഹബന്ധം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ചില രാത്രി മേഖലകളൊക്കെ വരും. രാത്രി മേഖലകൾ വരുമ്പോൾ അവനോട് പിറുപിറുക്കാതെ പകരം ആ രാത്രിയിൽ അവനെ അന്വേഷിക്കാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകളിൽ അന്വേഷിക്കാൻ പറ്റുമോ? ആ ഓരോ മേഖലകളിലും അവനെ വിട്ടുകളയാതെ സ്നേഹത്തോടെ അന്വേഷിച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, അവനെ കണ്ടെത്തുമെന്ന് മാത്രമല്ല, കണ്ടെത്തിയാലുണ്ടല്ലോ ഹല്ലേലൂയ, ആ ഇസ്ഹാക്ക് ആ റിബേക്കയെ കൂടാരത്തിലോട്ട് വിളിച്ചോണ്ട് പോയതുപോലെ അവൻ ആ യേശുവിനെ പിടിച്ചിട്ട് മേടിച്ചിട്ട് വിടാവൂ. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ അവസാന ഭാഗങ്ങളില് എഴുതുമ്പോൾ അങ്ങനെ ഒരു ഒന്നാകുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അവിടെ ഒരു വാക്യമുണ്ട്, അവന് അവളോട് ഇഷ്ടമായി. പ്രിയ മക്കളെ, ചില സമയത്ത് ദൈവം യേശു നമ്മളെ ചെക്ക് ചെയ്യും. ശരിക്കും ഇവന് നമ്മളോട് സ്നേഹമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ട് വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, കർത്താവേ അവനെ വിടാതെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഇഫ് യു ആർ റെഡി ടു ലിസൺ, ഇഫ് യു ആർ റെഡി ടു കോൾ അപ്പോൺ. ആദ്യം നമ്മൾ സംസാരിക്കും, ഒത്തിരി പറയും. പിന്നീട് പഠനം ഒക്കെ ഗ്രാജുവേഷനിന്റെ അടുത്തോട്ട് വരുമ്പോൾ ചില മേഖലകളിൽ ചിലപ്പോൾ അവൻ രാത്രി പോലെ പ്രവർത്തിക്കും. അവൻ ഇങ്ങനെ ഇരുന്നോക്കുക, ഇവൻ എന്തോരം പോകും, ഇവൻ എന്നെ ബുദ്ധിമുട്ടിൽ തിരികെ വിട്ടു കളയോ? ആ സമയത്തും വിടാതെ അവനെ തന്നെ വിളിക്കുവാണെങ്കിൽ, അന്വേഷിക്കുകയാണെങ്കിൽ, പ്രാണപ്രിയരെ കണ്ടെത്തുമെന്ന് മാത്രമല്ല, അവന് അവളോട് ഇഷ്ടം പോവാണ്. പ്രിയ ദൈവമക്കളെ, എന്നിട്ട് വേണം ഹല്ലേലൂയ അവൻ ഇറങ്ങാൻ, ആ ബലവാനെ പിടിച്ചു കെട്ടാൻ. അന്ധകാല ശക്തി ഇത്രയും നാൾ നമ്മളെ നന്മയെ തടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മളെ വലിയ അനുഗ്രഹങ്ങളെ സമൃദ്ധിയായ ജീവൻ നൽകാമെന്ന് പറഞ്ഞിട്ട് എന്താ മുട്ടുണ്ടാകുന്നത്? യഹോവ ഇടയനാണെങ്കിൽ, ഞാൻ ഈ പറയുന്ന പോലെ ഇടയാണെങ്കിൽ മുട്ടുണ്ടാകത്തേ ഇല്ല. ഇത് പവർ ഗെയിമാ. ദൈവരാജ്യം വചനത്തിലല്ല, ശക്തിയിലാണ്. അത് മേടിക്കുക. ഈ വചനങ്ങളാ ദൈവം നമ്മളെ ഓരോരുത്തർ അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം തന്ന പാസ്റ്റർക്ക് സഭയ്ക്കുള്ള നന്ദിയെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിന്നിരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു.